സ്ത്രീയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ആർത്താറ്റ് സ്വദേശി സിന്ധുവിനെയാണ് കൊലപ്പെടുത്തിയത്. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം. പ്രതിയെ ചീരംകുളത്ത് നിന്നും നാട്ടുകാർ പിടികൂടി. ചേച്ചി ഏകദേശം എത്ര മണിക്കാ സംഭവം? 8 മണി ഉണ്ടാവില്ലേ? എന്ത് കളർ ഡ്രസ് അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്ന ആളെ? കറുപ്പ് ബനിയനായിട്ടിരിക്കുന്നത്. ഇത് ആള് ഏത് വഴിയാ? ഫ്രണ്ടിൽ കൂടെ തന്നെ വന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് കടന്നിട്ടില്ല. അകത്തുനിന്ന് ഇങ്ങോട്ട് പുറത്ത് കടന്നിട്ടില്ല. അപ്പൊ തന്നെ വാതിലടച്ചു. അപ്പൊ ഞങ്ങള് വീട്ടിൽ പോയി വരും. ബന്ധുക്കള് വന്നതാവും വിചാരിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? സംഭവത്തിന്റെ അടിസ്ഥാനം എന്താണ്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനാ ഇന്ന് രാത്രി 8 മണിയോടെ കുന്നംകുളം അർത്താറ്റ് വെച്ചാണ് ഈ നാടിനെ നടക്കുന്ന അരും കൊല നടത്തിയത്. കുന്നംകുളം അർത്താറ്റ് സ്വദേശി മണികണ്ഠന്റെ ഭാര്യ 55 വയസ്സുള്ള സിന്ധുവിനെയാണ് കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തിയത്. കഴുത്ത് വെട്ടി മാറ്റിയ നിലയിലായിരുന്നു. സിന്ധുവിന്റെ ഭർത്താവ് മണികണ്ഠൻ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു ഇത്തരത്തിലൊരു അരും കൊല നടന്നത്. വീട്ടു സാധനങ്ങൾ വാങ്ങാനായി മണികണ്ഠൻ പുറത്ത് പോയ സമയത്താണ് ഈ കൊലപാതകി വീട്ടിലേക്ക് കയറിയത്. ഈ വീട്ടിലേക്ക് കയറുന്നതെല്ലാം അയൽപ്പക്കത്തെ ആളുകൾ കണ്ടിരുന്നു. സ്വാഭാവികമായും ഇവരുടെ ബന്ധുക്കളോ മറ്റാരെങ്കിലുമാണോ എന്നാണ് ഇവർ കരുതിയത്. പിന്നീടാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതക വിവരം അയൽക്കാർ അറിയുന്നത്. ഈ കൊലപാതകം നടന്ന വിവരം ആദ്യമായി അറിയുന്നത് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോയ ഭർത്താവ് തിരികെ എത്തിയപ്പോഴാണ്. ഈ കഴുത്ത് വെട്ടിമാറ്റിയ നിലയിലായിരുന്നു മൃതദേഹം കിടപ്പുണ്ടായിരുന്നത്. മാത്രമല്ല സിന്ധുവിന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായിരുന്നു. മോഷണമാണ് ഈ കൊലപാതകത്തിന്റെ ഉദ്ദേശം എന്ന നിലയിലായിരുന്നു. ഉടൻ കുന്നംകുളം പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രതിക്കായി അന്വേഷണം നടത്തി വന്നിരുന്നു. കറുത്ത ടീഷർട്ട് ധരിച്ച ഒരാളാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് കയറിപ്പോയതെന്ന് അടുത്ത അയൽവാസികൾ കണ്ടതായി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഈ ലക്ഷണങ്ങളെല്ലാം വെച്ച് പോലീസ് ഉടൻ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പിന്നീട് അധികം വൈകാതെ ചീരംകുളത്ത് വെച്ചാണ് നാട്ടുകാർ ഇയാളെ പിടികൂടുന്നത്. മുതുവറ സ്വദേശി കണ്ണൻ എന്ന ആളാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇപ്പോൾ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇയാളുടെ പക്കൽ നിന്നും സിന്ധുവിന്റെ ആഭരണങ്ങൾ, മോഷ്ടിച്ച ആഭരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇയാൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കാരണം വീട്ടിൽ സിന്ധുവിന്റെ ഭർത്താവ് ഇല്ലാത്ത സമയം കൃത്യമായി നിരീക്ഷിച്ച ഒരു ആളാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത്. ഈ കൊലപ്പെടുത്തിയ സിന്ധുവിനെയും കുടുംബത്തെയും നേരത്തെ ഈ പ്രതിക്ക് പരിചയമുണ്ടോ? അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഈ കൊലപാതക വിവരം കാരണം മുതുവറ എന്ന് പറയുന്ന സ്ഥലം തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ സംഭവം നടക്കുന്നത് അവിടെ നിന്നും കിലോമീറ്ററുകൾ മാറി കുന്നംകുളത്താണ്. എങ്ങനെ ഈ പ്രതി ഈ കൊലപാതകത്തിനായി കുന്നംകുളത്തെത്തി, ഈ പറയുന്ന അർത്താറ്റെത്തി, എങ്ങനെ ഭർത്താവ് ഈ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ കൃത്യസമയത്ത് വീട്ടിലേക്ക് കയറി എന്നതുൾപ്പെടെ പ്രതിക്ക് ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ സ്വാഭാവികമായും ചോദ്യം ചെയ്തു വരുന്നത്. അതിനെക്കുറിച്ചെല്ലാം പോലീസ് വിശദമായി ഈ ചോദ്യം ചെയ്യലും അറസ്റ്റ് നടപടികൾക്ക് ശേഷം എന്തായാലും മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും അരും കൊല നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനായി എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. നാട്ടുകാർ മുൻകൈയെടുത്ത് തന്നെയാണ് ഇയാളെ പിടികൂടിയപ്പോൾ കറുത്ത ടീഷർട്ട് തന്നെയായിരുന്നു. അയൽവാസികൾ കണ്ട അതേ നിറത്തിലുള്ള ടീഷർട്ട് തന്നെയായിരുന്നു പ്രതിയുടെ വേഷം. ആ പോലീസ് ജീപ്പിലിരിക്കുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. എന്തായാലും പ്രതി ഇപ്പോൾ കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ആതിര. ശരി അനീഷ്, തൃശൂർ കുന്നംകുളത്താണ് സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആർത്താറ്റ് സ്വദേശി സിന്ധുവിനെയാണ് കൊലപ്പെടുത്തിയത്. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം. പ്രതിയെ ചീരംകുളത്ത് നിന്നും നാട്ടുകാർ പിടികൂടി. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.